MNC കയറുന്ന ആൾക്കാരോട് ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ MNC കയറുന്നത് നിങ്ങളുടെ ടെക്നിക്കൽ സ്കില്ല് കണ്ടിട്ടല്ല. സോ അത് വല്ലാതെ അഹങ്കരിക്കേണ്ട. ആ 4 വർഷങ്ങൾ വേസ്റ്റ് ആക്കിയതിൻ്റെ പരിതാപകരമായ അവസ്ഥ അവർക്കും അറിയുന്നതുകൊണ്ടാണ് പിന്നെ ഒരു 6 മാസം എനിക്ക് ട്രെയിനിങ് ചെയ്യേണ്ടി വരുന്നത്. ഇൻഫോസിസ്, വിപ്രോ, TCS പോലുള്ള കമ്പനീസ് ഇപ്പോഴും ഡിഗ്രി നോക്കുന്നുണ്ട്. ഇവരുടെ എല്ലാം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ പോലും ഗ്രാജുവേഷൻ വേണം. ഡിഗ്രി ഇല്ലാത്ത ജോബ് കിട്ടായിരിക്കും, പക്ഷേ എൻട്രി ലെവൽ ഒരു ജോബ് കിട്ടാൻ നന്നായി കഷ്ടപ്പെടേണ്ടി വരും. ഇങ്ങനത്തെ കമൻസ് ഇടയ്ക്ക് കുറച്ച് വരാറുണ്ട്. അതുപോലെ വേറെ ചില കമൻസ് ആണ്, ഒരു സ്റ്റാർട്ടിങ് ഒരു ജോബ് കിട്ടാൻ വലിയ പ്രശ്നമല്ല, പക്ഷേ ഡിഗ്രി ഇല്ലാതെ പിന്നെ ഒരു ഹയർ പൊസിഷനിലോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല എന്നൊക്കെയുള്ള രീതിയിലുള്ള കമൻസുകൾ നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാം. അപ്പോൾ ഇവർക്കുള്ള ഒരു മറുപടിയാണ്, അല്ലെങ്കിൽ ഇവർ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. നമ്മുടെ ചാനലിൽ നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ അതേപോലെ ഒരുപാട് ടെക്നിക്കൽ ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അതെല്ലാം കണ്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജോബിലോട്ട് കയറാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് എന്നുള്ള പ്രോഗ്രാം ഉണ്ട്. അതിലൂടെ നിങ്ങൾക്ക് നമ്മുടെ ട്യൂട്ടോറിയൽസ് കണ്ട് പഠിക്കുമ്പോൾ വരുന്ന സംശയങ്ങൾ മലയാളത്തിൽ ചോദിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ഇവന്റ്സിന്റെ ഒക്കെ പാട്ടാവാനും പറ്റും. അതുപോലെ പലർക്കും ഉണ്ടാകും വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നമ്മുടെ ഓഫീസിൽ നമ്മുടെ കൂടെ വന്നിരുന്ന ഒരു 6 മാസം പഠിക്കാനുള്ള പ്രോഗ്രാം കൂടെ നമുക്ക്. അതിനു വേണ്ടിയിട്ട് ഈ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക. കൂടുതൽ നമ്മുടെ പ്രോഗ്രാമുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതുപോലെ നമ്മുടെ ചാനൽ കണ്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും തന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ടീം എപ്പോഴും ഉണ്ടാവും. അവരെ കോൺടാക്ട് ചെയ്ത് സംസാരിക്കുക. പറഞ്ഞ കാര്യം ശരിയാണ്. അതായത് MNCസിൽ ഹയറിംഗ് നടക്കുമ്പോൾ BTech ഡിഗ്രി വേണം, അല്ലെങ്കിൽ MCA വേണം എന്നൊക്കെയുള്ള രീതിയിലുള്ളൊരു ക്രൈറ്റീരിയ അവർ വെക്കാറുണ്ട്. ഇപ്പോൾ അതിൽ തന്നെ പെർസെൻറ്റേജ് ഇപ്പോൾ 70% അല്ലെങ്കിൽ 65% കട്ട് ഓഫ് ഒക്കെ മാർക്കൊക്കെ വയ്ക്കും. അപ്പോൾ അതന്നെ ഒരു സപ്ലി പോലും ഇല്ലാത്ത ആൾക്കാരായിരിക്കണം. അങ്ങനെ കുറേ ക്രൈറ്റീരിയാസ് അവർ വെക്കാറുണ്ട്. ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ MNCs നമ്മൾ പറയുന്നൊരു കാര്യം അംഗീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതെന്താണെന്ന് വെച്ചാൽ 95% 95% ആൾക്കാർക്കും IT ഫീൽഡിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഇപ്പോൾ BTech ഒക്കെ പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്ക് കോഡിങ് സ്കിൽ ഇല്ല എന്നുള്ളത് നമ്മൾ പറയണതല്ല, പല സ്റ്റഡീസ് പറയണതാണ്. ഇത് MNCs എന്ന് പറയാം, ഇത് നമ്മളും പറയണത് MNC പറയണത് സെയിം ആണ്. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്നാൽ MNCസിൽ ജോലി ചെയ്യാൻ ആൾക്കാർ വേണം താനും കോഡിങ് അറിയുന്നത്. ഈ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചിറങ്ങിയിട്ട് അതിൽ കോഡിങ് സ്കില്ലുള്ള ആൾക്കാരെ 5% ഉള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവരെ വെച്ചുകൊണ്ട് MNC മുന്നോട്ട് പോകാൻ പറ്റുമോ? MNCയിൽ ഒരു വർഷം തന്നെ ഏറ്റവും 5 MNC എടുത്താൽ തന്നെ അവർ ഹയറിങ്ങിന് ഒരു വർഷം 2 ലക്ഷം ആൾക്കാരെ ഫ്രഷേഴ്സിനാണ് ഹയർ ചെയ്യണത്. ഇവർക്ക് ഈ ഇത്രയും ആൾക്കാരെ വെച്ചുകൊണ്ട് 5% കോഡിംഗ് സ്കില്ലുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? പിന്നെ ഏക വഴിയാണുള്ളത്. എന്താണ്? കുറച്ചെങ്കിലും ബോധമുള്ള ഒരുത്തരെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ബിഹേവ് ചെയ്യാൻ അറിയുന്നവനെ, കുറച്ചെങ്കിലും ഡിസിഷൻ എടുക്കാൻ അറിയുന്നവരെ, കുറച്ചെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്നവനെ കണ്ടുപിടിക്കുക. എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും എഫേർട്ട് എടുത്തവനെ. ഇങ്ങനെയുള്ള ഒരു കുറച്ച് ക്രൈറ്റീരിയസ് അവരുടെ മുന്നിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു കോഡിങ് വളരെ ഈസിയാണ് പഠിക്കാൻ, എല്ലാവർക്കും പഠിക്കാമെന്നും നമ്മൾ 100K കോഡിങ് ചലഞ്ചിലൂടെ അത് വളരെ ഈസി ആയിട്ട് പഠിക്കാനുള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. ഈവൻ +2 ഉള്ള കുട്ടികളായാലും സ്കൂൾ കുട്ടികളായാലും ഒക്കെ പഠിക്കുന്നുണ്ട്. +2 കഴിഞ്ഞുള്ള പിള്ളേരാണെങ്കിലും ഇപ്പോൾ നല്ല രീതിയിൽ സാലറി ജോബിലൊക്കെ കയറുന്നുണ്ട്. ആ ബേസിക് കോഡിങ് മനസ്സിലാക്കാൻ വളരെ ഈസിയാണെന്ന് എല്ലാവർക്കും പ്രൂവണാണ്. നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും അത് പ്രൂവണാണ്. പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ എനിക്ക് മെസ്സേജ് വന്നൊന്നും സംസാരിക്കാൻ പറ്റുമോ, കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ടെന്നൊക്കെ പറഞ്ഞ് പലരും വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രീ ടൈം ഞാൻ ഗെറ്റ് മൈ ടൈം എന്നുള്ള പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ നിങ്ങൾക്ക് ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യാം, എന്നെ കണക്ട് ചെയ്യാം, നമുക്ക് സംസാരിക്കാം. കോഡിങ് വളരെ ഈസിയാണ്, പക്ഷേ ഇത് എന്തൊക്കെ കാരണങ്ങളാണ് നമുക്കറിയാമല്ലോ. എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എന്തുകൊണ്ടാണ് പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്ക് കോഡിംഗ് സ്കില്ലില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. നമ്മൾ ഓൾറെഡി ചാനലിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒരു 80% ടീച്ചേഴ്സിന് ഈ കോഡിംഗ് ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അവരൊരു ജസ്റ്റ് ഒരു ജോബിന് വരുന്ന കുറേ ആൾക്കാർ, അവർക്ക് ഈ സബ്ജക്റ്റുമായി യാതൊരു താല്പര്യവും ഉണ്ടാവില്ല. അങ്ങനെ കുറച്ച് ആൾക്കാർ, ഒരു ഇൻകം മാത്രം പ്രതീക്ഷിക്കുന്ന കുറച്ച് ആൾക്കാർ. അപ്പോൾ ഇവർ പഠിപ്പിക്കുമ്പോൾ എന്തായാലും ഈ കുട്ടികൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് വരാൻ പോകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, സാധാരണ എഞ്ചിനീയറിംഗ് കോളേജിൽ അല്ലെങ്കിൽ ഇങ്ങനെ പ്ലേസ്മെൻറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ MNCസിൽ പ്ലേസ്മെൻറ്റ് കൂടുതലും എങ്ങനെ ഇൻ്റർവ്യൂസ് നടത്താറ്? അവർ നിങ്ങളെ പൈത്തൺ സ്കില്ലും നിങ്ങളുടെ നോഡ് ജേസ് സ്കില്ലും അല്ലെങ്കിൽ കോഡിങ്ങിൻ്റെ മൊബൈൽ ആപ്പ് ഉണ്ടാക്കുന്ന സ്കില്ലൊക്കെയാണ് നിങ്ങളോട് ചോദിക്കാറ്.
MNCs ഒറ്റ കാര്യം ചോദിക്കുള്ളൂ. MNCs നിങ്ങൾക്ക് ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എടുത്തും. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് മാത്തമാറ്റിക്സ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്, അല്ലെങ്കിൽ നിങ്ങളെ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യും. പിന്നെ കൂടുതലായിട്ടൊരു GD, ഇപ്പോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞൊരു റൗണ്ട് ഉണ്ട്. അതായത് കുറച്ച് ആൾക്കാർ കൂടി ഇരുന്നിട്ട് വർത്തമാനം പറയാം, അപ്പോൾ ഒരു സബ്ജക്റ്റ് കൊടുക്കുക, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുക. അങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, GD, അങ്ങനെയുള്ള കുറേ റൗണ്ടുകൾ വഴിയാണ് ഇവർ സെലക്ട് ചെയ്യണത്. അപ്പോൾ അവരെ മനസ്സിലെന്താണ്, കുറച്ച് ഇതൊക്കെ ചെയ്യാൻ അറിയുന്ന ഒരാളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെയും കട്ട് ഓഫ് വയ്ക്കുന്നതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പം എന്നാൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും GD എല്ലാവർക്കും നടത്താൻ വിചാരിച്ചാലോ, അതും വലിയ ബുദ്ധിമുട്ടാണ്. അതായത് ഇപ്പോൾ ഏത് ഡിഗ്രി പഠിച്ചോനും ശരിക്കും ഇതിലോട്ട് വന്ന് പഠിപ്പിക്കാവുന്ന കേസേ ഉള്ളൂ. പക്ഷേ അവിടെ പ്രോബ്ലം ഉണ്ട്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും GD നടത്താൻ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അതും അവർക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ജോലി കിട്ടാനല്ല ജോലി കൊടുക്കാനാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ എഡിറ്റിങ്ങിന് പ്രൊഫൈൽ ഹയർ ചെയ്യാൻ വേണ്ടി നോക്കി. ഏകദേശം ഒരു 6 മാസം എടുത്ത് ഓരോരുത്തർ പ്രൊഫൈലുകൾ വന്ന് നല്ല പ്രൊഫൈൽ എടുക്കാൻ വേണ്ടിയിട്ട്. അത്ര സമയം, അതായത് 1 മാസം എടുക്കും. ഒരാൾ വരും, ആൾ നമ്മളായിട്ട് മാച്ച് ചെയ്യില്ല, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സ്കിൽഡായിട്ട് നമുക്ക് മാച്ച് ചെയ്യില്ല, അയാളെ ട്രൈ ഔട്ട് ചെയ്ത് ഒരുപാട് സമയം എടുക്കും. ഇത് വലിയൊരു പ്രോസസ്സാണ് ഒരാളെ ഹയർ ചെയ്യുക എന്നുള്ളത്. ഒരു കമ്പനീൻ്റെ ഏറ്റവും വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു പാർട്ടും കൂടിയാണ് നല്ല സ്കിൽഡായിട്ടുള്ള പ്രൊഫൈലുകൾ കിട്ടുക എന്നുള്ളത്. അപ്പോൾ MNCsന് ആയിരക്കണക്കിനും 10,000-കണക്കിനും ലക്ഷക്കണക്കിന് ആൾക്കാരെ ഹയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ ഓരോരുത്തരെയും സ്കില്ല് നോക്കിക്കൊണ്ടുവരാൻ പറ്റില്ല. അവിടെയാണ് ഈ ഒരു ഇത് സോൾവ് ചെയ്യണത്. ഇങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി, ഇങ്ങനെ GD നടത്തി വരുന്ന ആൾക്കാരെ നേരെ എന്ത് ചെയ്യും, ക്യാമ്പസിലോട്ട് കൊണ്ടുപോകുക, അവിടെ നിന്ന് പഠിപ്പിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇൻഫോസിസ് ഹയർ ചെയ്ത് എങ്ങോട്ടോ നേരെ കൊണ്ടുപോകുന്നത്, അവരെ ക്യാമ്പസ് മൈസൂരിലെ ക്യാമ്പസിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഈ ക്യാമ്പസിലോട്ട് കൊണ്ടുപോയി അവിടെ പഠിപ്പിക്കുക എന്നുള്ള കാര്യം ഒരു വലിയ MNC ആയിട്ടുള്ള, ഇപ്പോൾ ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരെ ഹയർ ചെയ്യുന്ന ഒരു കമ്പനിക്ക് പോസിബിളാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു 100, 200, 300, 500, 1000 എംപ്ലോയീസ് മാത്രമല്ല കമ്പനീസ് ഒരുപാടുണ്ട്. ഒരുപാട് സർവീസ് ബേസ്ഡ് സോഫ്റ്റ്വെയർ കമ്പനീസ് നമ്മുടെ നാട്ടിലുണ്ട്. ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ വേറെ ഉണ്ട്. സർവീസ് ബേസ്ഡ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ മറ്റ് കമ്പനികളിൽ നിന്ന് ചെയ്യാൻ വേണ്ടി വർക്ക് മേടിക്കുക, എന്നിട്ട് അത് ചെയ്തു കൊടുക്കുക, അങ്ങനത്തെ കമ്പനീസ്. അതേപോലെ സ്റ്റാർട്ടപ്പ് കമ്പനീസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രൊഡക്റ്റോ സർവീസോ ഉണ്ടായിരിക്കും, അത് ബിൽഡ് ചെയ്ത് നാട്ടിൽ വിജയിപ്പിക്കാൻ നടക്കുന്ന ഒരൊറ്റ കാര്യം അവർ ചെയ്യുള്ളൂ, അതിന് വേണ്ടിയിട്ട് വർക്ക് നടക്കുന്ന ആൾക്കാർ. എന്നാൽ നിങ്ങൾ വേറെ കേസ് ചിന്തിക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ ഒരു 300 പേര് അല്ലെങ്കിൽ 100 പേര് അല്ലെങ്കിൽ 500 പേര് 1000 പേരൊക്കെ ഉള്ള കമ്പനീസിന് ഇങ്ങനെ ഒരു ട്രെയിനിങ്ങിന് ഒരു ക്യാമ്പസ് നിലനിർത്തി അവിടെ നല്ല ട്രെയിനേഴ്സിനെ വെച്ച്, എഞ്ചിനീയറിംഗ് കോളേജിലെ വിഷയം അറിയാലോ നമുക്ക്, നല്ല ട്രെയിനേഴ്സ് ഇല്ലാത്തതാണ് അവിടുത്തെ വലിയ വിഷയം. അപ്പോൾ നല്ല ട്രെയിനേഴ്സ്, അതായത് നല്ല എക്സ്പേർട്സ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ എക്സ്പേർട്സിനെ വെച്ചിട്ടായിരിക്കും ട്രെയിനിങ് കൊടുക്കേണ്ടി വരിക. അല്ലെങ്കിൽ ക്വാളിറ്റി ഉണ്ടാവില്ല ഈ വരുന്ന പിള്ളേർക്കും. പിന്നെ ഇവർ ട്രെയിനിങ് കൊടുത്തിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതൊരു ക്യാമ്പസ് മെയിൻറ്റെയിൻ ചെയ്യുകയും അവിടെ ട്രെയിനേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യും ഹെവി ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് ഏത് ചെറിയ കമ്പനീസിന്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരുപാട് ഇങ്ങനത്തെ ചെറിയ കമ്പനീസ് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഇപ്പോൾ നമ്മളൊരു 2000 സമയങ്ങൾ 2000, 2005, 2010 മുന്നേ ഒക്കെയുള്ള സമയങ്ങളിൽ പ്രത്യേകത എന്ന് വെച്ചാൽ MNCs മാത്രമായിരുന്നു IT കമ്പനി എന്ന് പറയുന്നത്. അന്ന് MNCയിലെ ജോബ് കിട്ടുക എന്നുള്ള വലിയൊരു സംഭവമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ആ ഒരു സമയം ആ ഒരു സന്ദർഭമൊക്കെ മാറിക്കഴിഞ്ഞു. ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് വളരെ പെട്ടെന്ന് ഒരുപാട് കമ്പനീസ് ഇങ്ങനെ വളർന്നു വന്നിട്ടുണ്ട്. കുറഞ്ഞ എംപ്ലോയീസുള്ള, അതിപ്പോൾ 100, 200, 500, 1000-കണക്കിന് എംപ്ലോയീസുള്ള ഒരുപാട് കമ്പനീസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സമയത്ത് അതിൽ നിന്ന് MNCന്ന് ബെനിഫിറ്റ് കിട്ടുന്ന സാലറി കിട്ടുന്ന വലിയൊരു സംഭവമായിരുന്നു. ഇന്ന് MNCന് സാലറി വളരെ കുറവും, ഇപ്പോൾ വളർന്നു വരുന്ന പ്രൊഡക്റ്റ് ബേസ്ഡായ സ്റ്റാർട്ടപ്പ്സ് കമ്പനീസിൻ്റെ അടുത്ത് സാലറി വളരെ കൂടുതലും, ബെനിഫിറ്റ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടപ്പിൽ എന്തുകൊണ്ട് ജോയിൻ ചെയ്യണം, MNCയിൽ എന്തുകൊണ്ട് ജോയിൻ ചെയ്യരുത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു, MNC വേഴ്സസ് സ്റ്റാർട്ടപ്പ്. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാർട്ടപ്പിൻ്റെ ESOP ഓപ്ഷനും കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ അതൊക്കെ നോക്കിയാൽ കുറച്ചുകൂടി മനസ്സിലാവും എന്താണ് സ്റ്റാർട്ടപ്പിൽ കയറിയുള്ള ബെനിഫിറ്റ് എന്നുള്ളത്. പക്ഷേ പലർക്കും തെറ്റിദ്ധാരണ ഉണ്ട്, എന്താണ് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ആൾക്കാർ തുടങ്ങുന്ന ഒരു കമ്പനി മാത്രമാണ് സ്റ്റാർട്ടപ്പ് എന്നൊക്കെയുള്ള എന്തൊക്കെയോ തെറ്റിദ്ധാരണ ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ആവാൻ MNC വേഴ്സസ് സ്റ്റാർട്ടപ്പ് എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് വാച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കമ്പനീസ് ഇന്ന് തുടങ്ങാൻ ഒരുപാട് പേർക്ക് ഭയങ്കര ഈസിയാണ്. ഇന്ന് ഒരുപാട് പേർക്ക് പെട്ടെന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാനും വളരെ ഈസിയാണ്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കമ്പനീസ് ഒരുപാട് വരുന്നുണ്ട്. സോ നമ്മളൊരു MNC കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെ MNCയിലേക്ക് കയറും അല്ലെ MNC കയറിയിട്ട് എന്തോ ഒരു വാല്യൂ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാർ ഇനി വളരെ അത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നാമത് MNCസിൽ ഒരു ഗ്രോത്ത് ഇല്ലാത്ത പൊസിഷനിൽ പോകുന്ന ഒരുപാട് പേരെ എനിക്ക് കാണാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ പണ്ട് എൻ്റെ കൂടെ പഠിച്ച ആൾക്കാരൊക്കെ MNC കയറിയിട്ട് ഒരു ഗ്രോത്ത് ഇല്ലാതെ, നമ്മളൊക്കെ ഒരു 3 വർഷം കൊണ്ട് ഒരു 1 lakh മന്ത്ലി സാലറി മേടിച്ചപ്പോൾ MNC കയറിയിട്ട് 1 lakh പോലും ആവാതെ 5-6 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരുപാട് പ്രൊഫൈൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ MNC എന്ന് പറഞ്ഞിരിക്കാണ്ട്
ഇങ്ങനെയുള്ള ഒരുപാട് കമ്പനീസ് നമ്മുടെ മുന്നിലുണ്ട്. അവരെ കമ്പനീസിലോട്ട് കയറി പറ്റാനും അങ്ങനത്തെ ഒരുപാട് കമ്പനീസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ബ്രോക്യാമ്പിൽ 100ലേറെ പ്ലേസ്മെൻ്റ് ആയി. അതിൽ തന്നെ ഒട്ടുമിക്ക പിള്ളേരും +2 കഴിഞ്ഞവരും വേറെ നോൺ ടെക് ഡിഗ്രി കഴിഞ്ഞവരും അല്ലെങ്കിൽ നോൺ ടെക് ഡിഗ്രി ഫെയിലായിട്ട് സപ്ലൈ അടിച്ചിരിക്കുമ്പോൾ നമ്മുടെ ബ്രോക്യാമ്പിലോട്ട് വന്ന പിള്ളേരൊക്കെയാണ്. അപ്പോൾ ഇവരൊക്കെ 100ലേറെ പേര് ഞങ്ങൾ ജോലിയിലോട്ട് കയറ്റാൻ നമുക്ക് പറ്റി. അവർക്കൊരു 30,000 മുതൽ ഏകദേശം 1 ലക്ഷം വരെ മന്ത്ലി സാലറി മേടിച്ച ആൾക്കാരുണ്ട് ഇതിൽ. ഇപ്പോൾ ഇന്നാൾ ഞങ്ങൾ +2കാരന് ഏകദേശം 8 lakh സാലറി കിട്ടിയത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു 6 മാസമെങ്കിലും എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നല്ലൊരു കമ്പനിയിൽ കയറി പോകാൻ പറ്റും. അതുപോലെ തന്നെ പലർക്കും ഒരു ധാരണ ഉണ്ട് ജമ്പ് ചെയ്യണത്. അതായത് ഇപ്പോൾ ഒരു 6 മാസം ഒരു 1 year വർക്ക് ചെയ്താൽ ഒരു ഹയർ പൊസിഷനിലോട്ട് പോകുമ്പോൾ ഡിഗ്രി ഇല്ലാത്ത വലിയ പ്രശ്നമാവുന്നൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. ഇങ്ങനത്തെ കമ്പനീസിൽ എപ്പോഴും ചോദിക്കുന്നത് സ്കിൽ തന്നെയാണ്. 4 വർഷമായാലും 5 വർഷമായാലും 6 വർഷമായാലും ഒക്കെ സ്കിൽ തന്നെയാണ്. നമ്മൾ കുറേ പ്രൊഫൈലുകൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് പറയണത്. ഡിഗ്രി ഒക്കെ എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ക്രൈറ്റീരിയ ആണ്. നമുക്ക് ആ ഒരു കാറ്റഗറി ആളാണോ എന്നുള്ളത് ഹയറിങ്ങിൻ്റെ ഡിഫിക്കൽട്ടി കുറയ്ക്കാനുള്ള ഒരു ക്രൈറ്റീരിയ മാത്രമായിട്ട് മനസ്സിലാക്കുക. സ്കില്ലുണ്ടോ, ചെയ്യാൻ കാര്യം പ്രോപ്പറായിട്ട് അറിയോ, കൺസെപ്റ്റ് പ്രോപ്പറായിട്ട് അറിയോ, ജോലി കിട്ടാൻ വളരെ ഈസിയാണ്. ഇതല്ലാത്ത കുറേ സമ്പ്രദായങ്ങളായിട്ട് സാറാണാനാണാവോ ആ സാധനമായിട്ട് കുറേ ആൾക്കാർ നാട്ടിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഇവരെന്നാ ഒരു എഫേർട്ട് എടുത്ത് വല്ലതും ചെയ്ത ആൾക്കാരും ആയിരിക്കില്ല. കുറേ നാട്ടിലിങ്ങനെ പറഞ്ഞിട്ട് കുറേ അഭിപ്രായങ്ങൾ പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ്. ആ പഴയ ചിന്താഗതി വെച്ച് നടക്കുന്ന ആൾക്കാർ അങ്ങനെ നടന്നോട്ടെ. നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ നോക്ക്. നല്ല സ്കിൽഡായിട്ടുള്ള ആൾക്കാർ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ജമ്പ് ചെയ്യാനോ ഹയർ പൊസിഷനിലോട്ട് പോകാനോ ഒന്നും ഒരു വിഷയമല്ല. നല്ല നല്ല കമ്പനീസ് നല്ല നല്ല സ്റ്റാർട്ടപ്സും വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ആ സ്കില്ല് ബിൽഡ് ചെയ്യാൻ നോക്കുക. അത് നമ്മുടെ ചാനലിൽ പ്രോട്ടോടൈപ്പിലുണ്ട്. നിങ്ങൾ വെബ് ഡെവലപ്പർ ആവണോ, നിങ്ങൾ മൊബൈൽ ഡെവലപ്പർ ആവണോ, നിങ്ങൾക്ക് വെബ് ഡിസൈനർ ആവണോ, എല്ലാ കാര്യവും ഇതുവരെ നമ്മൾ ട്യൂട്ടോറിയൽ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ട്യൂട്ടോറിയൽസ് എല്ലാം വാച്ച് ചെയ്യുക. നമ്മുടെ പ്ലേലിസ്റ്റുകൾ നോക്കി കഴിഞ്ഞാൽ അതിന് എല്ലാ സീരീസ് കാണാൻ പറ്റും. ഇതൊക്കെ യൂസ് ചെയ്ത് പഠിച്ച് രക്ഷപ്പെടാൻ നോക്കുക. സോ MNCയിൽ കയറുന്ന ആൾക്കാരോട് ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ MNCയിൽ കയറുന്നത് നിങ്ങളുടെ ടെക്നിക്കൽ സ്കില്ല് കണ്ടിട്ടല്ല. നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, നിങ്ങളെ GD ഒക്കെ നടത്തിയിട്ടുള്ള ടെസ്റ്റ് വഴിയല്ലേ. സോ അത് വല്ലാതെ അഹങ്കരിക്കേണ്ട. ആ 4 വർഷങ്ങൾ വേസ്റ്റാക്കിയതിൻ്റെ പരിതാപകരമായ അവസ്ഥ അവർക്കും അറിയുന്നത് കൊണ്ടാണ് പിന്നെ ഒരു 6 മാസം നിങ്ങൾക്ക് ട്രെയിനിങ് ചെയ്യേണ്ടി വരുന്നത്. അത് 4 വർഷം കൊണ്ട് തന്നെ പഠിച്ചിട്ട് നല്ല രീതിയിൽ നല്ല കമ്പനിയിലോട്ട് കയറാനും പറ്റുന്ന ഓപ്ഷൻസൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ കോളേജ് പഠിക്കുന്ന കുട്ടികൾക്ക് വർക്കൗട്ട് ചെയ്യുക. കോളേജ് പഠിക്കുമ്പോൾ തന്നെ വർക്കൗട്ട് ചെയ്യുക. അതിന് പ്രോട്ടോടൈപ്പ് നിങ്ങളുടെ കൂടെ ഉണ്ട്. അല്ലാത്തവർ അഹങ്കരിക്കേണ്ട. ഒറ്റ കാര്യമുള്ളൂ, ഇതേപോലെ എന്തെങ്കിലുമൊക്കെ തിങ്ക് ചെയ്യാനും കോമൺ സെൻസ് ഉള്ള മനുഷ്യനാണോ, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനും എന്തെങ്കിലുമൊക്കെ എഫേർട്ട് എടുത്തവനാണോ കൊണ്ടുപോകാൻ ഉദ്ദേശമാണ്. ഇതുകൊണ്ടാണ് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ്. അപ്പോൾ ഇനി MNC കയറി അഹങ്കാരത്തിൽ കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും